ഓം ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരേ നമഃ. ഇത് മലയാള മാസം മിഥുന മാസമാണ്. ഇനി ഒരാഴ്ച കഴിയുമ്പോഴേക്ക് കർക്കിടക മാസം തുടങ്ങുകയായി. കർക്കിടക മാസത്തിൽ നമ്മൾ പണ്ടുകാലം മുതൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ഒരു ആചാരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പല വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. കാലഘട്ടം മാറുകയല്ലേ, സമയങ്ങളിങ്ങനെ മാറി വരുന്ന സമയത്ത് എല്ലാവർക്കും തിരക്ക് വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പലതും പണ്ട് ചെയ്തതുപോലെ ഇപ്പോൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ചിലപ്പം മറന്നും പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാമല്ലോ ആ വീഡിയോ കാണുമ്പോൾ. പിന്നെ അത് കാണുമ്പോൾ ശരി, നമ്മൾ പണ്ട് വിട്ടുപോയതാണ്, നമുക്കൊന്നും കൂടി അതൊക്കെ ഒന്ന് തുടരാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അതൊന്നും ചെയ്തു തുടങ്ങുകയും ചെയ്യാം. ഈ കർക്കിടക മാസത്തിൽ എത്ര ദിവസമാണെന്ന് നോക്കിയാൽ ചില വർഷം 30 ദിവസമേ ഉണ്ടാവുള്ളൂ, എന്നാൽ ചില വർഷം 31 ദിവസം ഉണ്ടായിരിക്കും. ഈ കർക്കിടക മാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു പ്രധാനപ്പെട്ട ആചാരമാണ് രാമായണ പാരായണം. 31 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 30 ദിവസമേ ഉള്ളൂവെങ്കിൽ 31ാമത്തെ ദിവസം വായിക്കേണ്ടതും കൂടി 30ാമത്തെ ദിവസം വായിക്കുന്നത് പോലെ രാമായണം മുഴുവനായിട്ടും വായിച്ച് അവസാനിപ്പിക്കും. പോരാത്തതിന് നിത്യം പാരായണം ചെയ്യുന്ന ഭവനങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. വളരെ വയസ്സായ ആളുകളൊക്കെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ചില വീടുകളിൽ ഇപ്പോഴും തുടരുന്നവരുണ്ടാവും. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ, ഒന്നറിയാലോ. കർക്കിടകത്തിലെ പാരായണം രാവിലെ ഒരു 7-7:15 വായിക്കും. അതേപോലെ നിത്യപാരായണം രാത്രി കിടക്കാൻ പോകുമ്പോഴാണ്. ആഹാരാദികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 8 മണിക്ക് ശേഷം. ആ സമയത്ത് കുളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കിടക്കാൻ പോണതിന് മുന്നേ അത് വായിച്ചിട്ട് കിടക്കുകയാണ്. ഈ 2 തരത്തിലുള്ള പാരായണത്തിനും ഇങ്ങനെ പ്രത്യേക സമയം വേറെയായിട്ട് കരുതാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും ശ്രീരാമഭക്ത ഹനുമാൻ ധ്യാനത്തിലിരിക്കുന്ന സമയമാണ്. അദ്ദേഹം ധ്യാനിക്കുന്നത് ആരെയാണ്? ശ്രീരാമനെ അല്ലാണ്ട് ആരെയാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിന് തടസ്സം വരാത്ത രീതിയിലാണ് നമ്മൾ സമയം തിരഞ്ഞെടുക്കുന്നത്. ശ്രീരാമനാമം എവിടെ ചൊല്ലിയാലും അവിടെ ശ്രീ ഹനുമാനും കൂടി ഉണ്ടാവും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ രാമായണം വായിക്കാൻ ഇരിക്കുമ്പോൾ അടുത്ത് തന്നെ മറ്റൊരു പീഠം വൃത്തിയായിട്ട് വെക്കും. എന്താ സങ്കല്പം? ആഞ്ജനേയ സ്വാമിക്ക് വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ പ്രത്യേകമായിട്ട് ഫലങ്ങളും ഒക്കെ വെക്കും. കൊയ്യാപ്പഴോ അങ്ങനെയുള്ള പഴങ്ങൾ അവിടെ വെക്കും. നിത്യപാരായണം ചെയ്യുമ്പോൾ കുറച്ച് ഭാഗമാണ് ഡെയിലി വായിക്കണത്. എന്നിട്ട് വായിച്ച് മതിയാക്കും. അങ്ങനെ മതിയാക്കുമ്പോഴോ ശുഭമായ ഒരു വാക്ക് വരുന്ന സ്ഥലത്താണ് രാമായണ പാരായണം അവസാനിപ്പിക്കുക. അതിനി നിത്യപാരായണം ആയാലും ശരി, കർക്കിടകത്തിലുള്ള ആ 30 ദിവസമോ 31 ദിവസത്തെയോ പാരായണം ആയാലും ശരി, ചോദ്യങ്ങളോ അതല്ലെങ്കിൽ അശുഭകരമായിട്ടുള്ള വല്ല പദങ്ങളോ വരുന്ന ഭാഗത്ത് വായന നിർത്തില്ല. ഇന്നത്തെ കാലം വളരെ തിരക്ക് പിടിച്ച കാലമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന കാലഘട്ടമാണിത്. പോരാത്തതിന് ജോലികളൊക്കെ അവസാനിച്ച് വീട്ടിലേക്ക് മടങ്ങി എത്താൻ തന്നെ 7 മണിയോ 8 മണിയോ ഒക്കെ ആകും. പിന്നെ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളായിരിക്കും, അവരുടെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, വീട്ടിലെ ജോലികളും ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ എന്താണ് നിർത്തിവെക്കേണ്ടത് എന്ന് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ചിട്ടയോടുകൂടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. എന്നാലോ അധ്യാത്മരാമായണം വായിക്കണതിനെ കൊണ്ടുള്ള പ്രയോജനം ആലോചിക്കുമ്പോൾ എത്ര തിരക്കിൻ്റെ ഇടയിലും ഇതൊന്ന് എത്തിക്കാൻ കഴിഞ്ഞാൽ, ഇതൊന്ന് പാലിക്കാൻ കഴിഞ്ഞാൽ
വളരെ പ്രയോജനങ്ങളും അതുകൊണ്ടുണ്ട്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിനെക്കൊണ്ടുള്ള പല പ്രയോജനങ്ങൾ എന്താണ് നമുക്ക് എന്ന് മനസ്സിലായാലാണല്ലോ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുക. ഇന്നത്തെ വീഡിയോയിൽ ഈ അധ്യാത്മ രാമായണം പാരായണം ചെയ്താലുള്ള പ്രയോജനം എന്താണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഇങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ ഇടാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ പണ്ടത്തെ ചിട്ടകളൊക്കെ മറന്നു പോവുകയല്ലേ എല്ലാവരും. അത് വീണ്ടും എല്ലാ കുടുംബങ്ങളിലും റിവൈവ് ചെയ്ത് വരട്ടെ, അങ്ങനെ വന്നാൽ ഒരു നല്ല കാര്യമാണല്ലോ എന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും തിരക്ക് പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ അവർക്കും കൂടിയിട്ട് ഒരു പ്രയോജനമാകുന്ന രീതിയിൽ, ഒരു ഉപകാരമാകുന്ന രീതിയിൽ നിത്യപാരായണം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഭഗവാന്റെ കൃപയോട് കൂടിയിട്ട് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം, ആ ജോലിയും നടക്കും. അതേസമയം തന്നെ കുട്ടികളും കൂടെ കേൾക്കുന്നത് പോലെ ഇതൊന്ന് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ, അതായത് ഇത് കേൾക്കുന്ന സമയം ഒന്ന് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ കുട്ടികളിലും കൂടിയിട്ട് ഒരു മാറ്റം ഉണ്ടാവും. അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നതിനുള്ള പ്രയോജനം എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രീരാമൻ ഉത്തമ പുരുഷനാണല്ലോ, ധർമാധിഷ്ഠിതമായി ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിതമാണ് അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. നമ്മുടെ ചുറ്റും നമ്മളിപ്പോൾ ഇന്ന് നോക്കുമ്പോൾ മനസ്സമാധാനം ആളുകൾക്ക് കുറവാണ്, സന്തോഷം കുറവാണ്. ആളുകൾ തമ്മിലും കൂടിയിട്ട് സൗഹാർദ്ദത്തിന് പകരം സംഘർഷങ്ങൾ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ശാന്തിയും സൗഖ്യവും കുറവാണ്. എല്ലാവരുടെയും കോമ്പറ്റീഷൻ. കുട്ടികൾ സ്കൂളിൽ പോയാൽ അവിടെ കോമ്പറ്റീഷൻ, ജോലിക്ക് പോയാൽ അവിടെ ഒരു കോമ്പറ്റീഷൻ. എല്ലാവരുടെയും സമാധാനപരമായിട്ടും സന്തോഷമായിട്ടും സംതൃപ്തിയായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് പോലെ ഒരു സാഹചര്യം. എത്രയെന്നെ ധനം സമ്പാദിച്ചാലും ഒന്നും മതിയാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്യന്തമായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്താണ്? സന്തോഷം, നിലയുള്ള ഒരു സന്തോഷം. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സുഖവും ദുഃഖവും മാറിയാണല്ലോ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ സുഖം വരുന്നത് പോലെ തന്നെ ദുഃഖവും വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം? അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഈ സന്തോഷം എവിടെയാണ് ഉള്ളത്? നമ്മളിൽ നിന്ന് പുറത്താണോ ഉള്ളത്? എന്നാൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ആ സന്തോഷത്തിനെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇറങ്ങി ആരാഞ്ഞ കണ്ടുപിടിക്കണം. പക്ഷെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അധ്യാത്മരാമായണം മനസ്സിരുത്തി അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ഒതുക്കാൻ കഴിയും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അതാണല്ലോ നമ്മളെ വഴിതെറ്റിക്കുന്ന സാധനം, അതിനെ ഒന്ന് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. ജീവിതത്തിൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ വേണം. പക്ഷേ അത് നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നത് പോലെയുള്ള ആഗ്രഹങ്ങളാവരുത്. രാമായണ പാരായണത്തിലൂടെ ഭക്തി വർദ്ധിക്കും. ഭക്തി എന്നാൽ എന്താണ്? നാം ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളല്ല ചെയ്യുന്നത്, നമ്മുടെ അകത്തുള്ള ഭഗവാനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ. അങ്ങനെ നമ്മൾ നമ്മെ തന്നെ ഭഗവാനിൽ അർപ്പിക്കുമല്ലോ, അതാണ് യഥാർത്ഥ ഭക്തി. നമ്മളൊരു പ്രത്യേക കാര്യത്തിനായിട്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഭഗവാനോട് ഭക്തി ചെയ്താൽ, ആ കാര്യം ഭഗവാൻ നിവർത്തിച്ച് തന്നാലും ഒരു പക്ഷേ പിന്നീട് ആ കാര്യം തന്നെ നമ്മുടെ ദുഃഖത്തിന് ഒരു ഹേതുവായിട്ട് തീരാം. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ഭഗവാൻ നമ്മളെ കൊണ്ട് എന്താണോ സങ്കല്പിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ആഗ്രഹമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതൊക്കെ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് അറിയുക? ഭഗവാൻ നമ്മളെ കൊണ്ട് എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് എങ്ങനെയാണ് അറിയുക? അതും ഭക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആചാര്യന്മാർ പറയുന്നതാണ് ഇതൊക്കെ. അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നതുകൊണ്ട് ഇനി എന്താ പ്രയോജനം? ശത്രുവിനാശനം ഉണ്ടാവും. നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള
ക്രോധ, മോഹ, ലോഭാദികളൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. ഇത് കാരണം കൊണ്ടാണ് നമുക്ക് അഹങ്കാരം മൂത്തിട്ട് നമ്മൾ ശത്രുക്കളെ ഉണ്ടാക്കുന്നത്, ക്ഷമയില്ലാണ്ട് ആകുന്നത്. അധ്യാത്മരാമായണ പാരായണം ഭക്തിയോട് കൂടിയിട്ട് പാരായണം ചെയ്യുന്നത് കൊണ്ട് മനസ്സിനെ അടക്കാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ അഹങ്കാരത്തിനെയും നമുക്ക് അടക്കാൻ കഴിയും. അങ്ങനെ ശത്രുനാശവും ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് ശത്രുനാശം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് നമ്മളോട് ശത്രുത കാണിക്കുന്ന ആളുകളെ വധിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദോഷകരമായി തീരുന്ന നമ്മുടെ അകത്തന്നെ ഉള്ള ഈ തരത്തിലുള്ള ദുഷിച്ച വികാരങ്ങളെ രാമായണ പാരായണം കൊണ്ട് ഉണ്ടാകുന്ന ഭക്തി ഇല്ലായ്മ ചെയ്തു തരും. പിന്നെയോ ധനധാന്യ സമൃദ്ധി ഉണ്ടാവും, കളത്രലാഭം ഉണ്ടാവും, പുത്രലാഭം ഉണ്ടാവും. എന്താണോ കാക്ഷിക്കുന്നത് അത് ലഭിക്കും. എന്താ കാരണം? ഭഗവാൻ ഇച്ഛിക്കുന്നത് പോലെയുള്ള കാമനകളെ നമുക്കുണ്ടാവുകയുള്ളൂ. ഇനി അഥവാ വല്ലതും നടക്കാതിരുന്നാൽ തന്നെ, വല്ല സങ്കടങ്ങളും ഉണ്ടായാൽ തന്നെ സമചിത്തതയോടുകൂടി അതിനെ കാണാനും അതിനെ തരണം ചെയ്യാനും അതും ഭഗവത് പ്രസാദമാണെന്ന് കരുതി ആശ്വസിക്കാനും നമുക്ക് പറ്റും. മറ്റാരും നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടായി വരും. അതൊക്കെയല്ലേ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ദുഃഖമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. രാമായണം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സാധ്യമായി വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളറിയാതെ തന്നെ പടിപ്പടിയായിട്ട് നമ്മുടെ മനസ്സിൽ ധർമാധിഷ്ഠിതമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരും നമ്മളെപ്പോലെ ഉള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരോട് സൗഹാർദ്ദപരമായിട്ടും കാരുണ്യപരമായിട്ടും നമുക്ക് ദോഷം വരാത്ത രീതിയിൽ കാരുണ്യത്തോടു കൂടിയിട്ട് ഇടപെടാനും കഴിയും. അങ്ങനെ ഒരു ചിട്ട നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും, അതിൽ നിന്ന് സന്തോഷവും ഉണ്ടാവും. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ എന്തെല്ലാം തെറ്റായ വഴികളിലാണ് പോകുന്നത്. ഇന്ന് അതൊക്കെയല്ലേ നമ്മൾ ന്യൂസ് ചാനലുകൾ തുറന്നാൽ അതൊക്കെയല്ലേ കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് അത് നേരിടാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ വരെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധി എന്താണ്? ഭഗവാന്റെ തൃപ്പാദത്തിൽ ശരണം പ്രാപിക്കുക. അതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം. എല്ലാ കാര്യങ്ങളും അവിടെ അർപ്പിക്കുക. അങ്ങനെ അർപ്പിക്കാനുള്ള ഒരു മനസ്സ് ലഭിക്കാനുള്ള വഴി എന്താണ്? അതിനുള്ള വഴിയായിട്ടാണ് നമ്മൾ അധ്യാത്മ രാമായണ പാരായണത്തിനെ കാണേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ആചാര്യന്മാർ പറയുന്നുണ്ട്. പിന്നെയോ രാമായണത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഒരു സമയം ഇതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുക. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കത് സാധിക്കും. നമ്മൾ മറന്നുപോയ ആ പണ്ടത്തെ ജീവിതചര്യ നമ്മൾ വിചാരിച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.